ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രേറ്റ് ലൈൻസ് എന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മളത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ +1 വരുന്നൊരു ചാപ്റ്റർ ആണ് ഈ സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾ 10ൽ പഠിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ഭാഗത്തും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആ 10ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മറ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താടാ, ഈ ഒരു ചാപ്റ്ററെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പഠിക്കല്ലേ കോർഡിനേറ്റ്സ് എന്ന ആ ഒരു ചാപ്റ്ററിൽ, അതായത് സൂചക സംഖ്യകൾ എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അവിടെ ആ ചാപ്റ്ററിൽ നമ്മുടെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ്, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ അതൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോ ഞാൻ അതാ ഓരോ ആക്സിസ് വരച്ചിടാം. ഇത് നമ്മുടെ എക്സ് ആക്സിസും ഇത് ഒയ്യും ആണല്ലോ, എക്സ് ആക്സിസും വൈ ആക്സിസും. ഓക്കെ, അപ്പോ നമ്മൾ നീട്ടി വരയ്ക്കാം. താവട്ടം വരച്ചു. ഇത് നെഗറ്റീവ് എക്സും ഇത് നെഗറ്റീവ് വൈ ആണല്ലോ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം വിചാരിക്കാം. എന്തോ ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതുപോലെ ആണോ, എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ രണ്ട് വരാം പറഞ്ഞല്ലോ. അപ്പോ ഒന്നുകിൽ എക്സ് ആക്സിസിലെ പോയിന്റ് അല്ലെങ്കിൽ എന്താ പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, ഒന്നുകിൽ എക്സ് ആക്സിസിലെ പോയിന്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏത് ലൈൻ എടുത്താലും അവിടുത്തെ വൈ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും, അവിടെ ഈക്വൽ ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് പോയിന്റ് വെച്ചാണ്, അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വെച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോ ഇവിടെ ഒരു പോയിന്റ് ആണ് വിചാരിക്കുക, പോയിന്റ് ഇതിപ്പോ ഒരു 3,5 ആണെന്ന് വിചാരിക്കുക ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എക്സിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ആ പോയിന്റ് 3 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ ഇത് എക്സ് ഇത് വൈ ആണ് പറഞ്ഞല്ലോ. ആദ്യ ഒരു പോയിന്റ് നമ്മൾ എഴുതുമ്പോൾ അല്ല, ആദ്യത്തെ എക്സ് കോർഡിനേറ്റും രണ്ടാമത്തെ വൈ കോർഡിനേറ്റും ആണ്. എപ്പോഴും ഓർമ്മയാണ്, എപ്പോഴും ആദ്യത്തെ എക്സ് രണ്ടാമത്തെ വൈ ആണ്. ഓക്കെ, എപ്പോഴും ഓർമ്മയാണ്. ഇനി ഇവിടെ നമ്മൾ വൈയിലോട്ട് വരച്ചാലോ, വൈയിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കണം, അത് 5 ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഏത് പോയിന്റ് കാണിക്കാനും നമ്മൾ എന്ത് ചെയ്തല്ല, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വെച്ചാണ് നമ്മൾ പറയുന്നത്. പറയട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഇത് നമ്മള് ഒറിജിൻ എന്ന് പറയും. കണ്ടല്ലോ, ഒറിജിൻ അതിന്റെ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരിക്കും, 0,0 ആയിരിക്കും. കണ്ടല്ലോ, ഒറിജിന്റെ കോർഡിനേറ്റ്സ് എപ്പോഴും 0,0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് റൈറ്റിലോട്ട് എടുത്തല്ലോ, അവിടെ നിന്ന് എന്ത് ചെയ്തു, മേലിലോട്ട് 5 യൂണിറ്റ് എടുക്കുകയാണ്. അങ്ങനെയാണ് ഈ പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനോട്ട് പോകുന്നില്ല. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. ഓക്കെ, ഒരു പോയിന്റ് സംബന്ധിച്ച് ആദ്യ ഘടക സംഖ്യ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും, രണ്ടാമത് വൈ കോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, ഓർമ്മിക്കാം. അപ്പോൾ ഇനി പറയുന്നത് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താ എക്സ് ആക്സിസിന് എടുക്കുകയാണ് വിചാരിക്കാം. ഓക്കെ, ഇപ്പോ എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇപ്പം 1,0, ഇതിപ്പോ 3,0, അടുത്തൊരു പോയിന്റ് ഇപ്പോ 5,0, ഇതേപോലെ പോകും. ഇവിടെ -1,0, അടുത്ത് -3,0. കണ്ടോ, ഈ പോയിന്റ്സ് ഉണ്ട്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എക്സ് ആക്സിസ് എടുത്തപ്പോ അവിടുത്തെ വൈ കോർഡിനേറ്റ് എല്ലാം എന്ത് വന്നു, 0 വന്നു അല്ലെ, 0 വന്ന് ആണല്ലോ. ഇപ്പോ എക്സ് ആക്സിസ് ആണെങ്കിൽ അതുപോലെ എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ ആണോ? എക്സ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അതേപോലെ തിരിച്ച് വൈ ആക്സിസ് എടുത്താലോ, വൈ ആക്സിസ് എടുക്കുമ്പോൾ ഇതിപ്പോ 0,1, ഇത് 0,3, 0,4, ഇതേപോലെ കണ്ടോ. ഇതിപ്പോ 0,-4, 0,-5 ഇതുപോലെ കണ്ടോ.
അപ്പോ y ആക്സിസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. കണ്ടല്ലോ, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. 2 പോയിന്റ് കിട്ടിയല്ലോ. അപ്പോ എക്സ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ y കോർഡിനേറ്റ് 0, y ആക്സിസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, പറയണല്ലോ. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിലെ y കോർഡിനേറ്റ് 0, y ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് 0. ഓക്കെ, ആക്സിസ് വരുമ്പം ഏത് ആക്സിസ് ആണോ എടുക്കുന്നത് അവിടുത്തെ മറ്റേ പോയിന്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസ് ആണെങ്കിൽ y 0, y ആക്സിസ് ആണെങ്കിലോ അവിടെ എക്സ് എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. കിട്ടുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കടാ. അപ്പോ എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ നമ്മുടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നത് വിചാരിക്കാം. ഇതിപ്പോ ഓക്കെ, ഈ ലൈൻ ഇതിപ്പോ ഒയില് 2 എന്ന പോയിന്റ് കൂടെയാണ് പോകുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കണോ? 0,2 ആയിരിക്കും. ആണ് നമ്മൾ പറഞ്ഞല്ലേ, ഇവിടെ 1,2, ഇവിടെ 3,2, അടുത്ത് 5,2. കണ്ടോ? അതുപോലെ ഇങ്ങോട്ടാണെങ്കിലോ -2,2, ചില കൂടെ -4,2. കണ്ടോ? കണ്ടോ? എന്താ പ്രത്യേകത? അവിടെ എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ അവിടുത്തെ y കോർഡിനേറ്റ് എന്തായിരിക്കും? അപ്പം അവിടെ സെയിം ആയിരിക്കും. കേട്ടോ, എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ, ഓക്കെ, എക്സിന് പാരലൽ ആണെങ്കിൽ y എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് തിരിച്ചു പറഞ്ഞൂടെ? ഇപ്പൊ y ആക്സിന് പാരലൽ ആണെങ്കിൽ അവിടുത്തെ എക്സ് എന്തായിരിക്കും? അവിടെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, കേട്ടോ, എക്സിന് പാരലൽ ആണെങ്കിൽ y എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏത് പോയിന്റ് എടുത്താലും കണ്ടല്ലോ. അതുപോലെ y ആക്സിന് പാരലൽ ആണെങ്കിലോ, ഒയ്ക്ക് പാരലൽ ആണെങ്കിൽ അവിടെ എക്സ് എന്നായിരിക്കും അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഒരു പോയിന്റ് എന്നിട്ട് 3,2, 4,2. ഈ ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം നമ്മളിവിടെ? ഇവിടുത്തെ y കോർഡിനേറ്റ് സെയിം ആണല്ലോ, അല്ലേ? y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ എന്തായിരിക്കും? ഈ ലൈൻ എക്സിന് പാരലൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ y സെയിം ആണെങ്കിൽ എക്സിന് പാരലൽ, അത് എക്സ് സെയിം ആണെങ്കിലോ അവിടെ എക്സ് ആണ് സെയിം എങ്കിൽ ഇപ്പൊ -1,3, -1,-7. കണ്ടോ? അവിടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണല്ലോ. അപ്പൊ എക്സ് സെയിം ആണെങ്കിൽ എന്തായാലും ഒയ്ക്ക് പാരലൽ ആയിരിക്കും. ക്ലിയർ ആയോ? 4 പോയിന്റ് പറഞ്ഞു. എന്തോ ആദ്യം പറയുക, എക്സ് ആക്സിന് എന്തോ എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ y എന്തായിരിക്കും? y 0 ആയിരിക്കും. ഓക്കെ, അടുത്ത് y ആക്സിസ് ആണെങ്കിലോ, y ആക്സിസ് ആണെങ്കിൽ അവിടെ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത് എക്സിന് പാരലൽ ആയാലോ, പാരലൽ വരുമ്പോൾ y ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത് ഒയ്ക്ക് പാരലൽ ആയാൽ അവിടെ എക്സ് ആയിരിക്കും, എക്സ് ഈക്വൽ ആയിരിക്കും. ആക്സിസ് വരുമ്പോൾ മറ്റേ പോയിന്റ് 0. ഓക്കെ, എന്നാ പാരലൽ വന്നാലോ, പാരലൽ വന്നാൽ മറ്റേ പോയിന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ഓക്കെ, ഇത്ര കാര്യം ഓർമ്മിക്കാം. ഇനി നമ്മള് ആ ഡിസ്റ്റൻസിന്റെ ഫോർമുല ഓർമ്മയുണ്ടോ? ഡിസ്റ്റൻസിന്റെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസിന്റെ ഫോർമുല അത് നമ്മൾ 10ൽ പഠിച്ച് +1ലും പഠിക്കുന്നതാണ്. ഡിസ്റ്റൻസിന്റെ ഫോർമുല അതായത് ഇപ്പൊ രണ്ട് ലൈന് പാസിംഗ് ത്രൂ ദ പോയിന്റ് x1, y1, അതുപോലെ x2, y2 ആണെന്ന് വിചാരിക്കാം. 2 പോയിന്റ് പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനായിട്ട് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഈക്വൽ ടു √of എന്താ x2 - x1 the whole square plus y2 - y1 the whole square. കേട്ടോ, ഡിസ്റ്റൻസ് ഫോർമുല x2 - x1 the whole square plus y2 - y1 the whole square. ഇത് ഞാൻ തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. അതായത് ഇവിടെ x2 - x1 അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത്, ഞാൻ തിരിച്ച് x1 - x2 എന്ന് പറഞ്ഞാലും അടുത്ത് വരുന്നത് y1 - y2 എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, പറഞ്ഞല്ലോ. ഓക്കെ, അവിടെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണോ നമുക്ക് പറയാം, കേട്ടല്ലോ. സിമ്പിൾ ആയിട്ട് അവിടെ എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുക, സ്ക്വയർ എടുക്കുക, പ്ലസ് y കോർഡിനേറ്റ് മൈനസ് ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക? സ്ക്വയർ എടുക്കുക. ഓക്കെ, ഇതാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. അത് 3 ഡയമെൻഷൻ ആണെങ്കിൽ ഇപ്പൊ 3 ആക്സിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. അവിടെ എന്ത് ചെയ്യുക എങ്കിൽ x2 - x1 the whole square plus
y2 minus y1 the whole square plus z2 minus z1 the whole square. ഇതാ 3D പറഞ്ഞല്ലോ, 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 ആക്സിസ് ഉണ്ടല്ലോ, എക്സ് ആക്സിസും ഒയും ഇസഡും ഉണ്ടല്ലോ. അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഇസഡ് കൂടെ കയറി വരുന്നേ ഉള്ളൂ. കണ്ടല്ലോ, അങ്ങനെ ചോദിക്കുന്ന സാധ്യത വളരെ കുറവാണ്. കണ്ടല്ലോ, ഓക്കെ. അപ്പൊ അതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഡിസ്റ്റൻസിന്റെ ഫോർമുലയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു പോയിന്റ് തന്നിട്ട്, ഗിവൻ പോയിന്റ് തന്നിട്ട് അതിന് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ്, ഒറിജിൻ കാണാനായിട്ട് ആ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റ് വന്നാലും എന്ത് ചെയ്യാം, അവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പറഞ്ഞല്ലോ, ഓക്കെ. വേറെ ഒരു ഇക്വേഷൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഡിസ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, എന്തായാലും ഈ ഒറിജിൻ എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിന്റെ ഫോർമുല ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കേ. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അവിടെ വേറെ പോയിന്റ് ഒന്നും ഇല്ലല്ലോ, കാരണം അവിടെ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ്, 0,0 അല്ലടാ. ഓക്കെ, അപ്പൊ എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആ തന്നിട്ടുള്ള പോയിന്റ് ആണ്, അതിന്റെ അടിയിൽ സ്ക്വയർ എടുക്കുക, കൂട്ടുക. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലം ചെയ്യാം. ഡിസ്റ്റൻസിന്റെ ഒരു പോയിന്റ് അപ്പൊ വെറുതെ അപ്പോ 2 പോയിന്റ് -2,4 3,1 2 പോയിന്റ് ഉള്ളത് വെച്ചാൽ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇതിന്റെ ഡിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്തത് എന്താ, റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? ഈക്വൽ ടു റൂട്ട് ഓഫ് നമ്മൾ x1 x2 y1 y2 അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറയല്ലോ, ആദ്യത്തെ പോയിന്റ് എക്സും രണ്ടാമത്തെ ഒയ്യു ആണ്. ഓക്കെ, അതായത് ആദ്യത്തെ കോർഡിനേറ്റ് എക്സും രണ്ടാമത്തെ ഒയ്യു ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, 2 പോയിന്റ് ഇത് x1 എന്നും ഇത് y1 എന്നും എടുക്കുക. അടുത്ത് ഇത് x2 എന്നും ഇത് y2 എന്നും എടുക്കുക. കണ്ടല്ലോ, മാറിപ്പോയത് തിരികെ ചിലപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ പറഞ്ഞല്ലോ, ആദ്യം x1 y1 x2 y2 അങ്ങനെ തന്നെ എടുക്കുക. അല്ലാതെ x1 x2 എന്നും y1 y2 എന്നും അങ്ങനെ എടുക്കരുത്. പറഞ്ഞല്ലോ, ആദ്യത് x1 അടുത്ത് y1 അടുത്ത് x2 y2 കൊടുത്തറ. ഇവിടെ x2 എന്ന് പറയുമ്പോൾ 3 അല്ലേടാ, 3. അപ്പൊ 3 മൈനസ് x1 -2 കണ്ടാ, കൊടുത്ത കണ്ടാ, 2 -1 എവിടാ കണ്ടോ. നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യില്ലടാ, മൈനസ് ഒരെണ്ണേ കൊടുക്കത്തുള്ളൂ, എങ്കിലും ആൻസർ തെറ്റും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മൾ ആദ്യം x2 എഴുതി, നമ്മൾ ഇക്വേഷൻ ഉള്ള മൈനസ് കൊടുത്ത് അടുത്ത x1 നോക്കുക, -2 കണ്ടാ. ഓക്കെ, 2 മൈനസ് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈനസ് കൊടുക്കുള്ളൂ, തെറ്റിപ്പോവും. പ്ലസ് y2 എത്ര, 1 മൈനസ് y1 4 ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ ഈ മൈനസ് മൈനസ് എന്താ പ്ലസ് ആവും. ഓക്കെ, പ്ലസ് ആവും. 3 + 2 എന്നാവും 5 ആവേ, 5 സ്ക്വയർ പ്ലസ് 1 - 4 എത്ര, 1 - 4 എന്ന് പറയുമ്പോൾ -3 കുറച്ചിട്ട് വലുതിന് വെച്ചിട്ടുണ്ട് കേട്ടാ. ഒന്നിച്ചോടെ 5 സ്ക്വയർ 25 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 34 എന്ന് കിട്ടി. പ്രീഡിയോ, ഇതാണ് എന്ത്, ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് കാണുന്നതും ഇങ്ങനെയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തുള്ളത് ആ ഒറിജിനൽ ഡിസ്റ്റൻസ് അത് നോക്കി കേട്ടല്ലോ. ഓക്കെ, വെച്ചായേ കേട്ടാ, പഠിച്ചു വെച്ചിരിക്കാം. ഇത് നമ്മൾ പറയുന്നത് സ്ലോപ്പിനെ കുറിച്ചാണ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് മീൻസ് ചരിവ്. ഓക്കെ, ചരിവ്. എന്താണ് സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഒന്നും ചോദിക്കത്തില്ല, ഇനി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട്. എന്താണ് സ്ലോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പോ ഒരു ലൈനില് ഇപ്പൊ പോയിന്റ്സ്, ഇപ്പൊ 2 പോയിന്റ്സ് എടുക്കണം വിചാരിച്ചു. 2 പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഇത് x1 y1 ഇത് x2 y2 ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ y കോർഡിനേറ്റിന്റെ ഡിഫറൻസും x കോർഡിനേറ്റിന്റെ ഡിഫറൻസും തമ്മിലുള്ള ഒരു റേഷ്യോ, അല്ലെങ്കിൽ എങ്ങനെ പറയാം നമുക്ക് സിമ്പിൾ ആയിട്ട്, എന്താ, y മാറുന്നതിന്റെയും x മാറുന്നതനുസരിച്ച് y എത്രയാണ് മാറുന്നത്, അതാണ് സ്ലോപ്പ്, ചരിവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സിന്റെ ചേഞ്ച് എത്രയാണോ അതനുസരിച്ച് y എത്ര ചേഞ്ച് ചെയ്തു. പിടിയോ, എക്സ് എത്ര മാറി
എന്നതിനനുസരിച്ച് y എത്ര മാറി നോക്കുന്നു. അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ x ചിലപ്പോൾ 2 കൂടുമ്പോൾ y എത്രയായും 1 ആയിരിക്കും കൂടുന്നത്. അല്ല x ഹാഫ് പകുതി കൂടിയപ്പോൾ എന്ത് ചെയ്തു, അവിടെ y എന്ത് ചെയ്തു, ഡബിൾ ആയി പോവുകയാണെന്ന് ചോദിച്ചു. ഓക്കെ, അതാണ് അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട്. ഓക്കെ, അത് എക്സിന്റെ ചേഞ്ച് ഉണ്ടല്ലോ, എക്സിന്റെ ചേഞ്ച് അനുസരിച്ച് y എത്ര ചേഞ്ച് ചെയ്തു, അല്ലെ yയുടെ ചേഞ്ച് അനുസരിച്ച് x എത്ര ചേഞ്ച് ചെയ്തു, അതാണ് എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ലോപ്പ് നമ്മൾ m എന്നാണ് കൊടുക്കുന്നത്. m ഈക്വൽ ടു ചേഞ്ച് y2 മൈനസ് y1, ഇതാണല്ലോ ചേഞ്ച് എന്ന് പറയുന്നത്, ബൈ റേഷ്യോ ഉണ്ട് x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ 10ൽ പഠിച്ചതാണ്, പറഞ്ഞല്ലോ, പ്ലസ് 1ലും പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പ്ലസ് 1ൽ ഒരു കാര്യം കൂടെ പഠിക്കും. അതായത് ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ലൈൻ, ആ ലൈന് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു ലൈൻ, ഓക്കെ, ഒരു ലൈൻ കൃത്യം പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ്. അതായത് പോസിറ്റീവ് എക്സ് ഉണ്ടല്ലോ, ഓക്കെ, പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിള് തീറ്റയാണെന്ന് വിചാരിക്കുക. തീറ്റ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് m ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ ടാൻ തീറ്റ ആയിരിക്കും. m ഈക്വൽ ടാൻ തീറ്റ. ക്ലിയർ ആയോ? ഓക്കെ, അതായത് ഒരു ലൈൻ അതെന്ത് ചെയ്തു, അത് നമ്മുടെ എക്സ് ആക്സിസ്, അതായത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന ആംഗിള് എന്ന് വിചാരിക്കാം, തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ, സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ, m ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, കിട്ടുമല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഇപ്പൊ രണ്ട് ലൈൻസ്, അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് വിചാരിക്കാം. പാരലൽ, രണ്ട് ലൈൻസ് പാരലൽ ആയാൽ ആ രണ്ട് ലൈനിന്റെയും സ്ലോപ്പ് അവിടെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കണ്ടല്ലോ, കേട്ടോ. ചിലപ്പം ഇങ്ങനെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് രണ്ട് ലൈൻസ് പാരലൽ ആയാൽ എന്താണ് കണ്ടീഷൻ ചോദ്യം വരാം. ഓക്കെ, രണ്ട് ലൈൻസ് പാരലൽ ആയാൽ എന്തായിരിക്കും, രണ്ടിന്റെയും സ്ലോപ്പ് എന്തായിരിക്കും, രണ്ടിന്റെയും സ്ലോപ്പ് എപ്പോഴും സെയിം ആയിരിക്കും. കേട്ടോ. ഇനി രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയാൽ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ എന്താ പറയാ, രണ്ട് സ്ലോപ്പ് ഉണ്ടല്ലോ, ആ രണ്ട് ലൈനിന്റെയും സ്ലോപ്പ് ഉണ്ടല്ലോ, ആ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, -1 ആയിരിക്കും. രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോണേ. ഇപ്പൊ രണ്ട് ലൈൻസ് പാരലൽ ആയാൽ സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ട് ലൈൻസ് പാരലൽ ആയാൽ സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലോ. എന്നാൽ രണ്ടും പെർപെൻഡിക്കുലർ ആയാലോ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, -1 ആയിരിക്കും. ഓക്കെ, m1 × m2 ഈക്വൽ -1. അല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു എന്ത് ചെയ്യാം, m1 ഈക്വൽ ടു -1 ബൈ m2 കൊടുക്കാം. കേട്ടോ, ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇപ്പം പറഞ്ഞ പോയിന്റ് എന്താ, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലോ. സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. പിന്നെ പെർപെൻഡിക്കുലർ ആയാലോ, അങ്ങനെ വന്നാൽ അവിടെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും എപ്പോഴും, സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എപ്പോഴും -1 ആയിരിക്കും. ഓക്കെ, ഓർമ്മിച്ചോളെ. അപ്പൊ ഇത്രയും ഞാനാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ സ്ലോപ്പ് കാണാൻ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണമെങ്കിൽ, ഇപ്പോ രണ്ട് പോയിന്റ്, ഇപ്പോ -2,3 1,4 എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത ലൈനിന്റെ സ്ലോപ്പ് കാണാനാണ് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ സ്ലോപ്പ് m ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എഴുതുക, m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y2 എന്ന് പറയുമ്പോൾ അത് പോയിന്റ്, ഇത് x1 y1 അല്ലെ, ഇത് x2 y2 ആണല്ലോ, മാർക്കോയില് x1 y1 x2 y2. ഓക്കെ, കൊടുക്കുക y2 4 മൈനസ് y1 എത്ര 3 ബൈ താഴെ x2 അവിടെ 1 മൈനസ് x1 -2. ഓക്കെ, 4 - 3 1 ബൈ താഴെയോ ഈ മൈനസ് എന്താ അവിടെ
പ്ലസ് ആവും ഇല്ലേ, മൈനസ് മൈനസും പ്ലസ് ആവുമല്ലോ. അപ്പൊ 1+2 എന്ന് വരും. എത്ര? 1/3 എന്ന് കിട്ടും. ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ കേട്ടോ. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, ആംഗിൾ കണ്ട് ചോദിക്കാം. അതായത് നമ്മുടെ ലൈൻ മേക്സ് ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുകയാണ് ഒരു ലൈൻ. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് എത്രയെന്ന് ചോദിക്കാം. ഓക്കെ ആണോ? അവിടെ നമ്മൾ എന്ത് ചെയ്യും, m equal to tan തീറ്റ ആണല്ലോ, ഈക്വൽ ടു tan 60 ഡിഗ്രി. tan 60 വാല്യൂ എത്ര? നമ്മൾ +1 ക്ലാസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. എന്നിരുന്നാലും ആ ടേബിൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടല്ലോ. ട്രിഗ്നോമെട്രി എത്ര ആ ടേബിൾ ഇവിടെ പറഞ്ഞു തരാം. അപ്പോൾ tan 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ √3 ആണ്. √3. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ആംഗിൾ തരാണെങ്കിൽ എന്ത് ചെയ്യുക, tan തീറ്റ വെച്ച് എന്ത് ചെയ്യുക, ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് മെയിനായിട്ടും സ്ലോപ്പ് വഴി വന്നിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇഷ്യൂ അതുകൊണ്ട് പറയാം, ചോദ്യം സാധ്യത കുറവാണ്. ഇപ്പൊ 2 ലൈന് എന്ത് ചെയ്യണോ, ഇന്റർസെക്റ്റ് ചെയ്യണേ, ഇടയ്ക്ക് ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഒന്നാമത്തെ ലൈന്, ഇത് രണ്ടാമത്തെ ലൈന്. അതിന്റെ സ്ലോപ്പ് ഇത് m1, ഇത് m2 എന്ന് വിചാരിക്കാം. ഓക്കെ കിട്ടോ. ഇപ്പൊ 2 ലൈൻസ് മേക്സ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി എന്ന് വിചാരിക്കാം. ഓക്കെ, അവിടുത്തെ അക്യൂട്ട് ആംഗിൾ നോക്കുക. 2 ലൈൻ അടയ്ക്കുള്ള ആംഗിൾ തീറ്റ ഡിഗ്രി ആണെങ്കിൽ അവിടെ സ്ലോപ്പ് എന്താ, സ്ലോപ്പ് m1 ഉം m2 ആണെങ്കിൽ അവിടെ എന്തുവാ, tan theta equal to modulus of m2 minus m1 by 1 minus m1 into. Okay, so tan theta equal to modulus of m2 minus m1 by 1 plus 1 plus m1 m2 കേട്ടോ. ഓക്കെ, ചോടെ ചോദ്യം വരുടെ സാധ്യത കുറവെന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും പഠിച്ചു വെച്ച് ചെയ്യാം കേട്ടല്ലോ. നമ്മൾ മാക്സിമം ആ ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കി വെച്ച് ചെയ്യാം. 2 ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ tan theta equal to m2 minus m1 by 1 plus m1 m2. ഓക്കെ, ഇനി സ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്, എക്സ് ആക്സിന്റെ സ്ലോപ്പ് എന്നാണ് ചോദിക്കുക. എക്സ് ആക്സിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, m equal to tan theta ആണല്ലോ പറഞ്ഞല്ലോ. m equal to tan theta ആണ്. അവിടെ തീറ്റ ഈക്വൽ എന്ന് പഠിച്ചു നമ്മള്. തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്നുള്ള ആംഗിൾ ആണല്ലോ. നമ്മളിപ്പോ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസ് എന്നുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ നമ്മള് എക്സ് ആക്സിസ് തന്നെ എടുക്കുകയാണെങ്കിൽ, വേറെ ലൈൻ ഒന്നുമില്ല, ആക്സിസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ആംഗിൾ ഉണ്ട്. അപ്പോ ഈ ആക്സിസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ആംഗിൾ ഇല്ലല്ലോ, 0 ആണ് ആണല്ലോ. അപ്പൊ എന്ത് വരും, tan 0 എന്ന് വരും. tan 0 വാല്യൂ എത്ര, 0. അപ്പോ എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും കേട്ടല്ലോ. ഒരു പോയിന്റ് ആണ് പഠിച്ചോണം. എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുവാ പറയാ, y ആക്സിസ് കൂടെ പറയാം. അപ്പോ y ആക്സിസിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോ സ്ലോപ്പ് ഓഫ് y ആക്സിസ് കാരണം എഴുതി എടുത്തോളാം കേട്ടോ. സ്ലോപ്പ് ഓഫ് y ആക്സിസ് എന്ന് പറയുമ്പോ എന്തായിരിക്കും, അതായത് ഇപ്പൊ y ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് ആക്സിസ് ഇത് y എന്ന് പറയുമ്പോൾ ഇതല്ലോ. ഓക്കെ, എക്സും y തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആണ്, അവിടെ 90 ഡിഗ്രി ആണ്. എക്സും y തമ്മിൽ അവിടെ ആംഗിൾ എത്ര, 90 ഡിഗ്രി അല്ലേ ആണല്ലോ. അപ്പോ ആംഗിൾ 90 ആയതുകൊണ്ട് tan 90 നോക്കുക. tan 90 വാല്യൂ ഉണ്ടോ, ഓർമ്മയുണ്ടോ? tan 90യുടെ വാല്യൂ ഉണ്ടോ? ഇവിടെ tan 90 എന്ന് വെച്ചാൽ അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ് കേട്ടല്ലോ. അപ്പൊ സ്ലോപ്പ് ഓഫ് y ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, നോട്ട് ഡിഫൈൻഡ് ആണ്, ഓർമ്മിച്ചോണം, പഠിച്ചോണം. അപ്പോ എക്സ് ആക്സിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ 0, y ആക്സിന്റെ സ്ലോപ്പ് എന്ന് വെച്ചാലോ നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. ഓക്കെ, എക്സ് ആക്സിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 0 ആണ്, y ആക്സിന്റെ ആണെങ്കിലോ നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, നമുക്കൊരു 2 പ്രോബ്ലം കൂടെ ചെയ്യാടാ.
അതായത് ഇപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ പാരലും പെർപെൻഡിക്കുലർ വെച്ച് എന്ത് ചെയ്യാം, ചിലപ്പോ കണക്ട് ഇക്വേഷൻ വെച്ച് ചോദിക്കാം, സോറി ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പൊ ഒരു പോയിന്റ് ഒരു 2,3 എന്നും മറ്റേത് x,4 എന്നും അടുത്ത് -1,1 എന്നും ഒരു 4,5. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ 4 പോയിന്റില് ഇത് എ എന്നും ബി എന്നും വിചാരിക്കുക, ഇത് സി എന്നും ഡി എന്നും വിചാരിക്കുക. ഓക്കെ, എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും രണ്ടും എന്താണ്, രണ്ടും പാരലാണെന്ന് വിചാരിക്കുക. എന്താ, എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും രണ്ടും പാരലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, അങ്ങനെ ഞാൻ ചോദിക്കുന്നത്. വീഡിയോ എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും രണ്ടും പാരലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ആദ്യം എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ അവിടെ ഇക്വേഷൻ അറിയില്ല നമുക്ക്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. പഠിച്ചു പോണേ, മറന്നുപോലെ. അതല്ല, ഇത് x1 y1 x2 y2 ഈക്വൽ ടു, അവിടെ എന്ത് ചെയ്യുക, y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 4 മൈനസ് 3 ബൈ x മൈനസ് 2 കൊടുക്കാലോ. 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ 1 അല്ലേ, 1 ബൈ എക്സ് മൈനസ് 2 എന്ന് വരും. സ്ലോപ്പ് ഓഫ് എ ബി. ഇനി സ്ലോപ്പ് ഓഫ് സി ഡി കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് സി ഡി ഈക്വൽ ടു, അവിടെ ഇത് x1 y1 x2 y2 ആണല്ലോ. y2 എന്ന് പറയുമ്പോൾ 5 മൈനസ് 1 ഞാൻ കൊടുക്കണേ, ബൈ താഴെയോ x2 4 മൈനസ് -1. കണ്ടോ, തിരിഞ്ഞു പോകരുത്, അവിടെ 2 മൈനസ് ഉണ്ട്. ഓക്കെ, ഈക്വൽ ടു 5 മൈനസ് 1 4 ബൈ 4. ഇവിടെ ഈ മൈനസ് എന്താ, പ്ലസ് ആവുമല്ലോ. 4 പ്ലസ് ഉണ്ട് എത്ര, 5 എന്ന് വരും. 5 4/5 എന്ന് കിട്ടും. കണ്ടോ, അപ്പൊ രണ്ടിലും പാരലായോണ്ട് അവിടെ എന്തായിരിക്കും ഇവിടെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും എന്ന് പറയൂ, ഈക്വൽ എന്ന് പറയുന്നത് അല്ലേ, അല്ലോ. അപ്പൊ 1 ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു എന്താ 4/5. കേട്ടോ, രണ്ട് ലൈനും പാരലായോണ്ട് സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആയിരിക്കും. ഇനി എന്താ, ഒന്ന് ക്രോസ് ചെയ്യാം. 5 ഇൻറ്റു 5 ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് മൈനസ് 2. 4 ഉണ്ടാകത്തുണ്ട്, 4 ഇൻറ്റു എക്സ് 4x മൈനസ് 4 ഇൻറ്റു എത്ര 8. അപ്പൊ 5 ഈക്വൽ ടു 4x മൈനസ് 8 എന്ന് വരും. അത് 4x ഈക്വൽ ടു 5. ഈ -8 നേരെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ എന്താവും, +8 ആവും. കേട്ടല്ലോ, അതാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, 5 പ്ലസ് 8 ഈക്വൽ 4x എന്ന് കൊടുക്കുക. കേട്ടോ, ഓക്കെ, -8 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. കേട്ടോ, 4x ഈക്വൽ ടു എത്ര കിട്ടും, 13 എന്ന് കിട്ടും. അവിടെ x ഈക്വൽ ടു 13/4 എന്ന് വരും. കണ്ടോ, ഓക്കെ, ഇങ്ങനെയാണ് എക്സിന് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കേട്ടല്ലോ, രണ്ടിലും സ്ലോപ്പ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, രണ്ട് സ്ലോപ്പ് എന്ന് പറയാം, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുന്നത് ചോദിക്കാം. രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ സ്ലോപ്പ് എന്തായിരിക്കും എന്ന് പറയൂ, സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഇകള് -1 ആയിരിക്കും ഇല്ലേ. സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എപ്പോഴും -1 ആയിരിക്കും അല്ലോ. അപ്പൊ ഇത് m1 ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് 2 എന്നുണ്ട്, m2 ഈക്വൽ ടു 4/5 എന്നുണ്ട് ആണല്ലോ. അപ്പൊ രണ്ടിലും പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താ, m1 ഇൻറ്റു m2 ഈക്വൽ -1 ആണ് ഇല്ലേ, ആണല്ലോ, -1 ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യാ, കൊടുക്കുക. m1 എന്ന് പറയുമ്പോൾ 1 ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ഇൻറ്റു 4/5 ഈക്വൽ ടു എത്ര, -1. ഓക്കെ, 1 ഇൻറ്റു 4 4 അല്ലേ, 4/5 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു എത്ര കിട്ടും, -1 കിട്ടും. ക്രോസ് ചെയ്യാം. 4 ഈക്വൽ ടു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പം അവിടെ -5 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് വരും. ഓക്കെ, അവിടെ 4 ഈക്വൽ ടു -5 ഉണ്ട് എക്സിന്, -5x അടുത്ത്
-5 കൊണ്ട് -2 ഇൻറ്റു ചെയ്യുമ്പോൾ ഈ മൈനസും മൈനസും എന്താവും പ്ലസ് ആവും. 5 × 2 എത്ര 10 എന്നാവും. ഓക്കെ ആണോ? ഇനി ഈ -5x നേരെ ഇപ്പുറത്തുകൊണ്ടുവന്നപ്പോൾ +5x ആയി. എന്നിട്ട് ആ 10 അവിടെ ഇട്ടിട്ട് ഈ 4 നേരെ ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പൊ എന്താവും -4 എന്നാവും. ഓക്കെ ആണോ? അപ്പൊ 5x = 10 - 4 എത്ര 6 എന്ന് വരും. x = 6/5 എന്ന് കിട്ടും. കണ്ടോ? ഇങ്ങനെ എങ്ങനെ വേണം ചെയ്യാൻ ചോദ്യം വരാം. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു ലൈനിന്റെ സ്ലോപ്പ് തന്നിരിക്കും. ഓക്കെ, ഒരു ലൈനിന്റെ സ്ലോപ്പ് ഇപ്പൊ m1 = 4 എന്നോ അല്ലെങ്കിൽ ഹാഫ് എന്നോ തന്നിരിക്കും. എന്നിട്ട് 2 പോയിന്റ് തന്നിരിക്കും. ഓക്കെ, അതിൽ ഒരെണ്ണം x ഒന്നും ഇല്ലായിരിക്കും. ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ മതി, ഒരെണ്ണം ആ തന്നിട്ടുള്ള 2 പോയിന്റ് ഉണ്ടല്ലോ അത് വെച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, ആ 2 പോയിന്റ് വെച്ച് മാത്രം സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ബാക്കി ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ലൈനിന്റെ പോയിന്റ്സ് വന്നിട്ട് എന്ത് ചെയ്യാം, പാരലാണ്. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അങ്ങനെ വെച്ച് ചോദിക്കാം. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അങ്ങനെ വെച്ച് ക്വസ്റ്റ്യൻ വരാം. വീഡിയോ ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത് നോക്കേണ്ടത് സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല നമ്മൾ വെക്ടർ ഓൾജിബ്ര പറഞ്ഞപ്പോൾ അവിടെ പഠിച്ച കാര്യമാണ്. സെക്ഷൻ ഫോർമുലയും മിഡ് പോയിന്റും ഒക്കെ ഓർമ്മയുണ്ടോ? 2 കാര്യം പഠിച്ചു. അവിടെ ഇന്റേണലിയും എക്സ്റ്റേണലിയും കട്ട് ചെയ്യുന്നത് ഒരു റേഷ്യോ ഉണ്ട്. ഒരു ലൈനിന് എന്ത് ചെയ്തൂടാ, m/n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. ഓക്കെ, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ആണല്ലോ, ഡീപ്പായിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഓർമ്മിച്ച് പഠിച്ച് ഇക്വേഷൻ പഠിച്ചാൽ പോയാൽ ഇന്റേണലി എക്സ്റ്റേണലി ആണല്ലോ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫോർമുല പഠിച്ചാൽ ചെയ്യാൻ മതി. അപ്പോൾ ഒരു ലൈന് m/n എന്ന റേഷ്യോയിൽ ഇന്റേണലി കട്ട് ചെയ്യണമെങ്കിൽ, വെക്ടർ ഓൾജിബ്ര പഠിച്ചെങ്കിൽ അറിയാം, ഇന്റേണലി ആണെങ്കിൽ എന്താ m/x2 + n/x1 / m+n, അടുത്തോ m/y2 + n/y1 / m+n. ഓക്കെ ആണോ? ഇത് ഇന്റേണലി കട്ട് ചെയ്യുന്ന പോയിന്റ് റേഷ്യോ ആണ്. ഓക്കെ, ഇനി അതുപോലെ എക്സ്റ്റേണലി ഉണ്ട്. ഞാൻ പറഞ്ഞു തീരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോണ്ട, കണ്ടല്ലോ, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ച് ഒന്ന് പോയാൽ മതി. എക്സ്റ്റേണലി ആണെങ്കിൽ m/x2 - n/x1 / m-n, അതേപോലെ m/y2 - n/y1 / m-n. ഓക്കെ ആണോ? അതാണ് സെക്ഷൻ ഫോർമുല. ഒരു ലൈനിന് ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇന്റേണലി ഉണ്ട് എക്സ്റ്റേണലി ഉണ്ട്, അത്രയും മാത്രം ഓർമ്മിച്ചാൽ മതി. ആ പോയിന്റ് ഇക്വേഷൻ ഓർമ്മിച്ചിരിക്കുക. ഇന്റേണലി ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, എക്സ്റ്റേണലി ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഓക്കെ, പിന്നെ മിഡ് പോയിന്റ് അത് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതാണ്. മിഡ് പോയിന്റ് ഓക്കെ, എന്താ x1 + x2/2 അല്ല y1 + y2/2. മിഡ് പോയിന്റ് പറഞ്ഞല്ലോ, എന്താ പറയാ, ഒരു ലൈനിന്റെ ഇപ്പൊ 2 പോയിന്റ് വിചാരിക്കുക. അതിന്റെ സെന്റർ പോയിന്റ് കാണാനായിട്ട് മിഡ് പോയിന്റ് ഈക്വൽ എന്താ x1 + x2/2 y1 + y2/2. ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മള് 10ാം ക്ലാസ്സിൽ ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് എന്റെ നടുക്കത്തെ പോയിന്റ് കണ്ടല്ലോ, സെൻട്രോയിഡ്. അതുകൂടെ ജസ്റ്റ് പറയാം, ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ പറഞ്ഞിട്ടല്ലോ. ഓക്കെ, 10th ആ ടെക്സ്റ്റിൽ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, എങ്കിലും ജസ്റ്റ് പറഞ്ഞു പോവാം. മിഡ് പോയിന്റ് ആയിട്ട് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ കണ്ടല്ലോ, എളുപ്പമാണ്. ഈ മിഡ് പോയിന്റ് അറിയാമെങ്കിൽ അതും കിട്ടൂടാ. മിഡ് പോയിന്റ് അറിയാമെങ്കിൽ അതും കിട്ടും. x1 + x2 + x3 അവിടെ 3 പോയിന്റ് വന്നിരിക്കും കേട്ടല്ലോ, /3. അതുപോലെ y1 + y2 + y3/3 കേട്ടല്ലോ. ട്രയാങ്കിൾ ആകുമ്പോൾ 3 കോർഡിനേറ്റ്സ് ആണല്ലോ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ആണല്ലോ, 3 കൂടെ കൂട്ടുക /3, അടുത്ത 3 y കോർഡിനേറ്റ് കൂട്ടുക /3 കൊടുക്കുക. അത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സെക്ഷൻ ഫോർമുല, മിഡ് പോയിന്റ്, സെൻട്രോയിഡ് അങ്ങനെ നോക്കണമെന്ന് ഇല്ല, ചോദ്യം സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടല്ലോ. ഓക്കെ, സെക്ഷൻ ഫോർമുലയും മിഡ് പോയിന്റ് വെച്ച് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കാം. നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്തു പോകാം. ഇപ്പൊ ഒരു പോയിന്റ് 4,3 അതുപോലെ 6,7. ഓക്കെ, ജോയിൻ ചെയ്യുന്നൊരു പോയിന്റ് 6,11 ഇടാം.
11. ഓക്കെ, ഈ രണ്ട് പോയിന്റ് ജോയിൻസ് ലൈന് ഒരു 2:1 എന്ന റേഷ്യോയിൽ എന്താണ് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്ത പോയിന്റിൽ അത് ഇന്റേണലി ഉണ്ട്, എക്സ്റ്റേണലി ഉണ്ട്. ഇന്റേണലി എക്സ്റ്റേണലി ഉണ്ട്. അപ്പൊ ഇന്റേണലി ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ അറിയാലോ, m into x2 plus n into y1 sorry n into x1. Okay. n into x1 by m plus n, comma m into y2 plus n into y1 by m plus n. ഇതാണ് ഇന്റേണലി. അതല്ലോ കൊടുക്കുക. ആദ്യം x1 y1 x2 y2, അല്ല ഒരു ഫ്ലോയിൽ x1 x2 y1 y2 അങ്ങനെ കൊടുത്ത് പോരല്. വീണ്ടും പറയാണ്. ഓക്കെ, ഈക്വൽ ടു ഇവിടെ m എന്ന് പറയുമ്പോൾ ഈ റേഷ്യോയില് ഇത് m ഇത് n. ഓക്കെ, കൊടുക്കാം. അപ്പോ m 2 into x2 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 1 into x1 എന്ന് പറയുമ്പോൾ 3 ബൈ m plus n എന്ന് പറയുമ്പോൾ 2 plus 1. ഓക്കെ, കോമ വീണ്ടും 2 into y2 എത്ര 11 പ്ലസ് 1 into y1 3. വെയിറ്റ് ഇവിടെ സോറി, m into x2 4, x1 എത്ര 6 അല്ലേ? സോറി 6. ഓക്കെ, മാർക്ക് പോയില്ലടാ. ഓക്കെ, ഓ m into y2 എത്ര 11 കൊടുത്ത് പ്ലസ് 1 into y1 3 കൊടുത്തു. ഓക്കെ, ബൈ m plus n 2 plus 1. ഓക്കെ, ശരിയല്ലോ. അപ്പോ 2 into x2 x2 അല്ലേ 6. സോ പോകുന്നത് സോറി. m 2 into x2 എത്ര 6 അല്ലേ? 6 പ്ലസ് 1 into 4. ഓക്കെ, പ്ലസ് 2 plus 1. ഇപ്പൊ കറക്റ്റ് ആയല്ലോ. അപ്പൊ m into x2 എന്ന് പറയുമ്പോൾ 2 into x2 6 കൊടുത്തു പ്ലസ് 1 into 4 കൊടുത്തു. ഓക്കെ, 2 plus 1. m into ഇവിടെ 2 into y2 എന്ന് പറയുമ്പോൾ 11 ആണ് പ്ലസ് 1 into 3. ഓക്കെ, ഈക്വൽ ടു 2 into 6 എത്ര 12 പ്ലസ് 4 by 3. ഇവിടെയോ 2 into 11 22 പ്ലസ് 3 by 3 ഈക്വൽ 12 പ്ലസ് 4 എന്ന് പറയുമ്പോൾ എന്താ 16 by 3 എന്നും 25 by 3 എന്നും വരും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഇന്റേണലി. ഇനി എക്സ്റ്റേണലി വരാണെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പ്ലസിന് വരാം മൈനസ് കൊടുത്ത് എഴുതാം. പറഞ്ഞല്ലോ ഇവിടെ മൈനസ് വരെ 12 minus 4 എത്ര 8 എന്ന് വരും. ബൈ താഴെ മൈനസ് 2 minus 1 എത്ര 1 എന്ന് വരും. ഓക്കെ, അവിടെ ഇവിടെയും മൈനസ് 22 minus 3 എന്ന് പറയുമ്പോൾ 19 വരും ബൈ 1. എക്സ്റ്റേണലി ആണെങ്കിൽ അവിടെ മൈനസ് കൊടുക്കുക, ആ ഒരു വ്യത്യാസമുള്ളൂ. ആണല്ലോ. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക. കൂടുതലും ചോദിക്കാൻ സാധ്യത ഇന്റേണലി ആയിരിക്കും. പറഞ്ഞല്ലോ. ഓക്കെ, ഓർമ്മിച്ചോടെ. പിന്നെ മിഡ് പോയിന്റിന്റെ ക്വസ്റ്റ്യനിൽ അറിയില്ല പുറത്ത് ചെയ്യാം കേട്ടല്ലോ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. x1 plus x2 by 2, അതുപോലെ y1 plus y2 by 2, y1 plus y2 by 2 മിഡ് പോയിന്റിന്റെ അവിടെ എന്ത് ചെയ്യാം ഒന്ന് ഓർമ്മിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് വേണ്ടിയിട്ട് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതിന് ബന്ധപ്പെട്ട് ഈ സെക്ഷൻ ഫോർമുലയിൽ നമുക്ക് 10ല് ചെറിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടല്ലോ. ഓക്കെ, സെക്ഷൻ ഫോർമുല അങ്ങനെ എടുത്തു പറഞ്ഞില്ല, ഇങ്ങനെ റേഷ്യോ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു കേട്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10ന്റെ ബേസിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പ്ലസ് ഒന്നുകൂടെ കയറി വന്നു ആ സ്ലോപ്പിന്റെ ഇതിലൊക്കെ കേട്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഓഫ് ലൈൻ ഒക്കെ കണ്ടുപിടിക്കണം. ആ ലൈനിന്റെ ഇക്വേഷൻ കാണാനായിട്ട് 1-2 ഫോം ഒക്കെ ഉണ്ട്. അത് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത്
നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോയാണ്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് ലൈൻസ് ആണ്. അതിൽ ആദ്യത്തെ പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം അടുത്തുണ്ട്. അതായത് ഒരു ഗിവൻ പോയിന്റ് തന്നിരിക്കും, ഒരു ഗിവൻ പോയിന്റ് തന്നിരിക്കും, അതിന്റെ സ്ലോപ്പ് തന്നിരിക്കും. ഓക്കെ, അതായത് ഇപ്പോ ഒരു നമ്മളെ ആക്സിസിൽ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ആ ലൈനിന്റെ സ്ലോപ്പ് അറിയാമെന്ന് വിചാരിക്കുക. സ്ലോപ്പ് എം അറിയാം. പിന്നെ അതിനെന്താ ഒരു ഗിവൻ പോയിന്റ് ഇപ്പോ ഒരു എക്സ് കോമ വൈ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഗിവൻ പോയിന്റ് തന്നിരിക്കും, പിന്നെന്താ അതിന്റെ സ്ലോപ്പ് തന്നിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ അറിയല്ലോ, എന്താ y2 മൈനസ് എം ഈക്വൽ എന്താ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണല്ലോ. ഇതാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആണല്ലോ. ഇതിലെ ഗിവൻ പോയിന്റ് ഇപ്പൊ y2 x2 ഇതുണ്ടല്ലോ, അതിന് വരെ ഞാൻ കൊടുക്കേണ്ട y കൊടുക്കേണ്ട y മൈനസ് y1 ബൈ x മൈനസ് x1 കൊടുക്കുകയാണ്. ഓക്കെ, ആ ഗിവൺ പോയിന്റ് എക്സ് വൈ ആണല്ലോ. അപ്പൊ y2 പകരം y കൊടുത്ത് x2 പകരം x കൊടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. എം ഈക്വൽ ടു എന്താ y മൈനസ് y1 ബൈ x മൈനസ് x1. സ്ലോപ്പിന്റെ ഇക്വേഷൻ പഠിച്ചാൽ എളുപ്പമാണ് കേട്ടോ. ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ആ ഒരു എന്താ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ സ്ലോപ്പിന്റെ ഇക്വേഷനിൽ എന്ത് ചെയ്യാ, ഒരു ഗിവൺ പോയിന്റ്. ഓക്കെ, സോറി, x1 y1 കേട്ടോ, അല്പം പറഞ്ഞ മാർക്കോടാ. അതായത് ഇപ്പൊ ആ ഗിവൻ പോയിന്റ് x1 y ആണെന്ന് വിചാരിക്കും കേട്ടോ. ഗിവൻ പോയിന്റ് x1 y ആണ്. ഓക്കെ, തന്നിട്ടുള്ള പോയിന്റ് x1 y ഉം സ്ലോപ്പ് എന്താ സ്ലോപ്പ് എം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോ എന്ത് ചെയ്യും നമ്മുടെ എക്സും വൈ വെച്ച് പറയുന്നത്. ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ 2x പ്ലസ് 3y 2x പ്ലസ് 3y ഈക്വൽ ടു 5 ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ലൈനിന്റെ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലൈനിന്റെ ഇക്വേഷൻ പറയുമ്പോൾ അവിടെ എക്സും കാണും വൈയും കാണും, അങ്ങനെയും ചിന്തിക്കുക വേണ്ടല്ലോ. ഓക്കെ, അപ്പോ പോയിന്റ് സ്ലോപ്പ് ഫോമിൽ ഒരു ഗിവൻ പോയിന്റ് x1 y തന്നിരിക്കും. ഓക്കെ, എന്നിട്ടോ അവിടെ നമ്മള് എക്സും വൈ അവിടെ ജനറൽ ആയിട്ട് എടുത്തതാണ് പറഞ്ഞല്ലോ. അപ്പൊ എം ഈക്വൽ ടു എന്താ y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ എക്സ് മൈനസ് x1 ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ എം ഇൻറ്റു എക്സ് മൈനസ് x1 മൊത്തം തെറ്റാണല്ലോ, x1. ഓക്കെ, എം ഇൻറ്റു എക്സ് മൈനസ് x1 ഈക്വൽ ടു എന്താ y മൈനസ് y1 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, അല്ലെങ്കിൽ y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. എന്തോടാ y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ഇങ്ങനെയും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഒന്നുകിൽ ഇത് പഠിക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കുക. y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എന്താ സ്ലോപ്പിന്റെ ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യുക, എക്സ് വൈയും മറ്റെന്താ x1 y1 വെച്ച് അങ്ങ് എടുക്കുക പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഒരു എക്സാമ്പിൾ അവിടെ വെച്ച് പറയണം, അപ്പൊ കിട്ടും. അതായത് ഇപ്പൊ ഒരു ലൈനിന്റെ സ്ലോപ്പ് ഒരു -1/2 എന്ന് വിചാരിക്കാം. അത് ഗിവൻ പോയിന്റ് ഒരു 2,3 എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ലൈൻ തരിക എം ഈക്വൽ ടു y മൈനസ് y1 എത്ര 3 അല്ലേ, 3 ബൈ എക്സ് മൈനസ് x1 എത്ര 2 ആണല്ലോ. ഓക്കെ, ഇവിടെ എം എന്ന് പറയുമ്പോ എത്ര -1/2 ആണല്ലോ. അപ്പൊ -1/2 ഈക്വൽ ടു y മൈനസ് y1 3 ആയിരുന്നു ബൈ എക്സ് മൈനസ് 2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെയ്യാം, രണ്ട് തമ്മില് ഒന്ന് ക്രോസ് ചെയ്യുമ്പം -1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 2 ഇൻറ്റു y മൈനസ് 3. -1 കൊണ്ട് ഇൻറ്റു ചെയ്യാം. -1 ഇൻറ്റു എക്സ് എത്ര മൈനസ് എക്സ്. അടുത്ത് ഈ മൈനസും ഈ മൈനസും എന്താ +2 ആവും. ഓക്കെ, ഈക്വൽ ടു 2 കൊണ്ട് ഇൻറ്റു 2 ഇൻറ്റു y 2y -6 എന്ന് വരും. ഓക്കെ, ഇനി എല്ലാം കൂടെ ഈ മൈനസ് എക്സ് ഒക്കെ നേരെ ഇപ്പുറത്തുണ്ടോ നേടാം. അപ്പൊ 2y ഇവിടെ ഈക്വൽ 0 2y -6 ഉണ്ട്. ഈ -x നേരെ ഇപ്പുറത്ത് വരുമ്പോ എന്താവും, പ്ലസ് ആവൂലേ, +x എന്നാവും.
അടുത്തോ ഈ +2 ഇപ്പുറത്ത് വരുമ്പോ -2 ആവും. ഓക്കെ, ഇനി ഒന്ന് അറേഞ്ച് ചെയ്യുക. എക്സ് +2y, അടുത്ത് -6 -2 എത്ര, -6 -2 ആകുമ്പോൾ -8 എന്ന് വരും. ഓക്കെ, -8 ഈക്വൽ ടു എത്ര, 0 വരും. ഓക്കെ, -6ഉം -2 എത്ര, -8. ഒരേ ചിഹ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഓക്കെ, ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗിവൻ പോയിന്റ് വന്നിരിക്കും, പിന്നെന്താ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ എന്താ പറയാ, ഒരു ഗിവൻ പോയിന്റ് വന്നിരിക്കും, സ്ലോപ്പ് വന്നിരിക്കും. ഓക്കെ, ആവശ്യമുണ്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പൊ ഓർമ്മ, ലൈനിന്റെ ഇക്വേഷൻ നമ്മുടെ അവിടെ എക്സിന് ഒരു ടൈം വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ സ്ലോപ്പിന്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അത് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, y2 വരെ അവിടെ y കൊടുത്ത്, x2 വരെ x കൊടുത്തു. ഓക്കെ, അപ്പൊ അത് ഗിവൻ പോയിന്റ് y1ഉം മറ്റെന്താ x1ഉം കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് കാര്യം പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, രണ്ടിലേതെങ്കിലും ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഇതാണ് എന്ത് പോയിന്റ് സ്ലോപ്പ്. ഓക്കെ, അടുത്തത് ഇനി പറയുന്നത് 2.4. 2.4. ഓക്കെ, 2.4. അതായത് ഒരു ലൈൻ തന്നിരിക്കും, അല്ല രണ്ട് പോയിന്റ് തന്നിരിക്കണോ. ഇപ്പൊ x1 y ഉണ്ട്, മറ്റേ x2 y2, അതിൽ രണ്ട് പോയിന്റ് തന്നിരിക്കേ. ഓക്കെ, അപ്പോ അതിലൊരു പോയിന്റ് ആണ് എക്സ് വൈ എന്ന് വിചാരിക്കാം. ആ ലൈനിൽ തന്നെ ഒരു പോയിന്റ് ആണ് എക്സ് വൈ എന്ന് വിചാരിക്കാം. ഓക്കെ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞത്, നമ്മൾ അവിടെ y-y1 ബൈ എക്സ് മൈനസ് x1, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, y-y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു നമ്മുടെ സ്ലോപ്പ് കൊടുക്കുക, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഉണ്ടോ, y-y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു എന്താ, സ്ലോപ്പിന്റെ ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഏതാ ഇത്രയും പാടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, y-y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു സ്ലോപ്പിന് വരെ m എന്ന് കൊടുത്താലും മതി. ഓക്കെ, അതായത് ആദ്യം രണ്ട് പോയിന്റ് വെച്ച് എന്ത് ചെയ്യുക, സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഇക്വേഷനിലും കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പൊ രണ്ട് പോയിന്റ് ഇപ്പൊ നോക്കണം, രണ്ട് പോയിന്റ് 2,3 എന്നും 5,9 എന്ന് വിചാരിച്ചു, രണ്ട് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ സ്ലോപ്പ് രണ്ട് പോയിന്റ് ഉണ്ടല്ലോ, രണ്ട് ഗൺ പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഇത് വെച്ചുകൊണ്ട് ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, സ്ലോപ്പ് എന്നിട്ട് എന്ത് ചെയ്യുക, ഈക്വൽ ടു നമ്മളെ പോയിന്റ് കൊടുക്കുക, ഈക്വൽ ടു നേരത്തെ പറഞ്ഞില്ല, ഇത് x1, ഇത് y1, ഇത് x2 y2 മാറിപ്പോലെ ആണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. അപ്പൊ y2 എന്ന് പറയുമ്പോൾ 9 മൈനസ് y1 3 കൊടുത്ത് ബൈ x2 എത്ര 5 അല്ലേ, 5 മൈനസ് 2 കൊടുത്തു. ഓക്കെ, 9 മൈനസ് 3ഉം 5 മൈനസ് 2 ഈക്വൽ ടു 9 മൈനസ് 3 എത്ര 9 3 വർഷം 6 ബൈ 5 മൈനസ് 2 3 അല്ലേ, 5 മൈനസ് 2 3 അല്ലേ. ഓക്കെ, 6 ബൈ 3 എത്ര കിട്ടും, 2 കിട്ടും. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എത്ര കിട്ടി, 2 കിട്ടി ആണല്ലോ. ഇനി നമ്മുടെ ഇക്വേഷൻ അതാണല്ലോ ഇക്വേഷൻ ആണല്ലോ. ഇവിടെ y മൈനസ് y1 എത്ര എടുത്തു, ഇവിടെ 3 ബൈ എക്സ് മൈനസ് x1 എത്ര 2 ഈക്വൽ ടു എത്ര കിട്ടി, സ്ലോപ്പ് 2 കൊടുത്ത്. ഓക്കെ, അത് ക്രോസ് ചെയ്യാം ഇങ്ങോട്ട് കൊണ്ട്. ഇപ്പൊ y-3 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 2. y-3 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2x മൈനസ് 4 എന്ന് വരും. ഇനി എല്ലാത്തിനും ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് വരാം. അതായത് ഇവിടെ y ഇപ്പുറത്തോട്ട് വരാമേ, എക്സ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ 0 കൊടുത്തിട്ട് ഇവിടെ 2x മൈനസ് 4 ഉണ്ട്. ഈ y ഇപ്പുറത്ത് വരുമ്പോൾ എന്താ അവിടെ മൈനസ് y എന്നാവും. ഈ -3 ഇപ്പുറത്ത് വരുമ്പോൾ +3 ആവും. ഓക്കെ, +3 ആവും. ബാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് 2x മൈനസ് y, ഈ -4 + 3 എത്ര കിട്ടും, -1 എന്ന് വരും. ഓക്കെ, -4 + 3 എത്ര, -1. രണ്ട് വ്യത്യസ്ത ചിഹ്നമാണ് എന്ത് ചെയ്യുക, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഓക്കെ, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പൊ ഈക്വൽ ടു എത്ര കൊടുക്കുക, 0 കൊടുത്തായി. ഓക്കെ, കേട്ടോ. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ മേലത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം കൊടുക്കാം.
സോറി അവിടെ ആണ്. ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷൻ ഡയറക്റ്റ് എന്ത് അവിടെ കൊടുക്കാം. ഓക്കെ, അതായത് ഇപ്പൊ y മൈനസ് y ആണ് എത്ര 2 ബൈ എക്സ് മൈനസ് എക്സ് ആണ് എത്ര സോറി y ആണ് 3 അല്ലേ. y മൈനസ് y ആണ് എത്ര 3 ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു y2 മൈനസ് y ആണ് 9 മൈനസ് 3 ബൈ 5 മൈനസ് 2 ഉണ്ടോ. ഇതെല്ലാം ഡയറക്റ്റ് ഒരുമിച്ച് കൊടുത്ത് എന്ത് ചെയ്യാൻ ചെയ്തും പോവാം. ഓക്കെ, ഒന്നിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് പിന്നെ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക ചെയ്ത് പോവാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനിൽ ഏതുമാണ് നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്ത് പോവാം പറഞ്ഞോ. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ് കേട്ടല്ലോ. ഈ y2 മൈനസ് y കൊണ്ട് തന്നെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത് കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഒന്നിൽ ഈ ചെയ്ത പോലെ എന്ത് ചെയ്യുക ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക ഒരുമിച്ച് ചെയ്ത് പോവാ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം സ്ലോപ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക പിന്നെ ഇക്വേഷനിൽ കൊടുക്കുക. ഇതേപോലെ ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ രണ്ടെണ്ണം പഠിച്ച് ഏതൊക്കെ ഒന്ന് പോയിന്റ് സ്ലോപ്പ് ഫോമും പിന്നെയോ രണ്ടാമത് എന്താ 2 പോയിന്റ് ഫോം. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ഇന്റർസെപ്റ്റ് ഫോം ആണ്. സോറി, അതിന് മുമ്പ് നമുക്ക് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം പഠിക്കാം. ഓക്കെ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം അതായത് ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ലൈൻ ഒരു ലൈൻ വരച്ചെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ അത് തീരാ അത് എക്സ് ആക്സിനെയും ഇന്റർസെക്ട് ചെയ്യും, y എന്തെയും ഇന്റർസെക്ട് ചെയ്യും എന്നല്ലോ. ഇന്റർസെക്ട് പറഞ്ഞല്ലോ, അതായത് കൂട്ടിമുട്ടുക. എക്സിനെയും കട്ട് ചെയ്യും y കട്ട് ചെയ്യുന്നല്ലോ. ഓക്കെ, ഈ y നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. സ്ലോപ്പ് ഇന്റർസെപ്റ്റില് രണ്ട് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതായത് എക്സ് ആക്സിനെ വെച്ചും എക്സ് ഇന്റർസെപ്റ്റ് വെച്ചും y ഇന്റർസെപ്റ്റ് വെച്ചും പഠിക്കാറുണ്ട് പറഞ്ഞല്ലോ. എന്നാൽ നമുക്ക് എക്സാമിന്റെ ഇതില് നമുക്ക് എന്താ y ഇന്റർസെപ്റ്റ് ഫോം മാത്രം മതി കണ്ടല്ലോ. എക്സിന്റെ അങ്ങനെ അധികം ചോദിക്കാറില്ല, ചോദിക്കുന്ന സാധ്യത വളരെ വളരെ കുറവാണ്. വേണ്ട, നോക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ ഇക്വേഷൻ പഠിച്ചു പോയാൽ മതി, y ഇന്റർസെപ്റ്റ് വെച്ച് പഠിച്ചു പോയാൽ മതി കണ്ടല്ലോ. ആ y ഇന്റർസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സി എന്നെടുക്കുകയാണ്. സി. ഓക്കെ, സി എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് y ഈക്വൽ ടു mx പ്ലസ് സി കേട്ടോ. mx പ്ലസ് സി സിമ്പിൾ അല്ലേ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് വെച്ചാൽ y ഈക്വൽ ടു mx പ്ലസ് സി. ഇതും ആ നമ്മളെ ഇക്വേഷനിൽ നിന്ന് ഡെറിവേറ്റ് എടുക്കുന്നതാണ് കേട്ടോ. എന്നെ കിട്ടുന്നത് വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകുന്നത് വേണ്ട. ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് y ഈക്വൽ ടു mx പ്ലസ് സി. എം എന്ന് പറയുമ്പോൾ സ്ലോപ്പ്, എം സ്ലോപ്പ്, സി എന്താ സി ആണ് y ഇന്റർസെപ്റ്റ്. അതായത് y എവിടെയാണ് കട്ട് ചെയ്യുന്നത് ആ പോയിന്റ് കേട്ടല്ലോ. ഓക്കെ, എം എന്ന് പറയുമ്പോൾ സ്ലോപ്പും സി എന്ന് പറയുമ്പോൾ y ഇന്റർസെപ്റ്റും. ഓക്കെ, അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ. ഇപ്പൊ സ്ലോപ്പ് -3യും y ഇന്റർസെപ്റ്റ് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പൊ എന്ത് ചെയ്യാ കൊടുക്കുക y ഈക്വൽ ടു mx പ്ലസ് സി ആണല്ലോ. അതായത് y ഈക്വൽ ടു mx, എം എന്ന് പറയുമ്പോൾ മൈനസ് അല്ലേ, അപ്പൊ -3x പ്ലസ് 2. ഓക്കെ, ഇനി ഈ -3x ഇപ്പുറത്ത് വരുമ്പോൾ എന്താ അവിടെ പ്ലസ് ആവുമല്ലോ. അപ്പൊ +3x ആവും, y +3x എന്നായി. ഈ +2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും -2 ആവും, ഈക്വൽ ടു 0. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 3x പ്ലസ് y -2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. കിട്ടോ? അപ്പൊ സ്ലോപ്പും ഇന്റർസെപ്റ്റ് y ഇന്റർസെപ്റ്റും തരാണെങ്കിൽ എന്ത് ചെയ്യുക ഇതേപോലെയാണ് ചെയ്യുന്നതാണ്. ഓക്കെ, y ഈക്വൽ ടു mx പ്ലസ് സി. ഓക്കെ, ഇതാണ് അവിടുത്തെ ഫോം എന്ന് പറയുന്നത്. കേട്ടോ, എളുപ്പമല്ലേ? ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് ഒരല്പം മാറി, അതായത് ചിലപ്പോൾ ഇക്വേഷൻ ഒന്നിരിക്കുക 3x പ്ലസ് y -2 ഈക്വൽ 0. അത് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 3x പ്ലസ് y -2 ഈക്വൽ 0. ദെൻ ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ് അതിന്റെ y ഇന്റർസെപ്റ്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് എന്ത് ചെയ്യും അതിന് സ്ലോപ്പ് കണ്ടുപിടിക്കാനും y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനും ചോദിക്കും. കേട്ടോ, എന്തോടാ ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് എന്താ അല്ല സ്ലോപ്പ് കാണാനും y ഇന്റർസെപ്റ്റ് കാണാനും ചോദിക്കും.
ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ഒന്ന് ഈ ഒരു ഫോമിലോട്ട് ആക്കുക. അതായത് y ഈക്വൽ ടു mx പ്ലസ് സി ഉണ്ടല്ലോ, ആ ഒരു ഫോമിലോട്ട് ആക്കുക. ഓക്കെ, നമുക്ക് ആദ്യം y ഈക്വൽ ടു അതിന്റെ കൂടുതലുള്ള എല്ലാം എന്ത് ചെയ്യുക, നേരെ അപ്പുറത്ത് കൊണ്ടുപോകാം. ഈ 3x അപ്പുറത്ത് എന്താ അവിടെ -3x -2 പുറത്തോട്ട് +2 ആയി. കണ്ടോ, ഇതിപ്പോ ആ ഫോമിലായി y ഈക്വൽ ടു mx പ്ലസ് സി ഫോം ആയി. കണ്ടോ, mx പ്ലസ് സി ഫോം ആയല്ലോ. എക്സിന്റെ കൂടെയുള്ളതാണ് ഇപ്പൊ എന്ത്, സ്ലോപ്പ്. എക്സിന്റെ കൂടെയുള്ളതാണ് സ്ലോപ്പ്. കണ്ടല്ലോ, അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു -3 ആണല്ലോ. അപ്പൊ y-ന്റെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ എത്ര ആയിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, ഒരു ഇക്വേഷൻ നോക്ക്, 2x പ്ലസ് 3y -6 ഈക്വൽ ടു 0. ഓക്കെ, ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് ചെയ്യുക, സ്ലോപ്പ് കണ്ടുപിടിക്കണം, y-ന്റെ സബ്ജക്ട് വേണം. അപ്പൊ ആദ്യം y-യുടെ ടേം അവിടെ ഇട്ടേക്കാം, 3y. y-യുടെ ടേം ഇട്ട് ബാക്കി രണ്ട് നേരെ അപ്പുറത്ത് കൊണ്ടുപോകാം. ഈ 2x അപ്പുറത്ത് എന്താ അവിടെ -2x ആയി, -6 ഇപ്പുറത്ത് എന്താവും +6 ആയി. കണ്ടോ, ഓക്കെ. ഇനി y ഈക്വൽ ടു, നമുക്ക് എപ്പോഴും y ആണ് വേണ്ടത്. y ഈക്വൽ ടു 3 കൊണ്ട് എന്ത് ചെയ്യാം, അവിടെ ഡിവൈഡ് ചെയ്യാം. -2/3x എന്നും 6/3 എന്നും. കണ്ടോ, ഓക്കെ. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യാം, -2/3x പ്ലസ് 6/3 എത്ര, 2 ആണല്ലോ. y ഈക്വൽ ടു ഈ ഒരു ഫോമിൽ കിട്ടി. കണ്ടല്ലോ, അപ്പൊ ഇവിടെ എക്സിന്റെ കൂടെയുള്ള -2/3 അല്ലേ, ആണല്ലോ. ഇതാണ് സ്ലോപ്പ്. അപ്പൊ m ഈക്വൽ ടു, സ്ലോപ്പ് എത്ര, m ഈക്വൽ ടു -2/3. ഓക്കെ, y ഇന്റർസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ എത്ര, y ഇന്റർസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ 2 ആയിരിക്കും. കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയും ചോദ്യം വരാം. ഓക്കെ, ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് y ഇന്റർസെപ്റ്റ് വെച്ചാണ്. എക്സ് ഇന്റർസെപ്റ്റ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, അതിന്റെ ആവശ്യം വരാറില്ല കേട്ടോ, വേണ്ട, ഇത് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി അവസാനത്തെ നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈൻ, ആ ലൈൻ ഇപ്പോ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എ എന്നും ഒയ്യെ കട്ട് ചെയ്യുന്ന പോയിന്റ് ബി എന്നും പഠിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എ എന്നും ഒയ്യെ കട്ട് ചെയ്യുന്ന പോയിന്റ് ബി എന്നും പഠിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോം എന്ന് പറയുന്നത് x/a പ്ലസ് y/b ഈക്വൽ ടു 1. കണ്ടോ, എന്താ x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. കിട്ടോ, ഓക്കെ. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം എക്സ് ഇന്റർസെപ്റ്റ് ഒരു 2 എന്നും y ഇന്റർസെപ്റ്റ് 3 എന്നും തരാമെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ, അങ്ങനെയും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ x/2 പ്ലസ് y/3 ഈക്വൽ ടു എത്ര, 1 കൊടുത്തു. കണ്ടോ, ഇനി എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ അത് ഇവിടെ നിന്നോട്ടെ എപ്പോഴും. ഓക്കെ, 3 × x 3x പ്ലസ് 2 × y 2y ബൈ താഴെ എന്ത് ചെയ്യുക, ഇത് രണ്ട് തമ്മിൽ 2 × 3 എത്ര, 6 ഈക്വൽ ടു 1. അപ്പൊ 3x പ്ലസ് 2y ഈക്വൽ ടു ഈ 6 നേരെ ഇപ്പൊ കൊണ്ടുവരാലോ, കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ 3x പ്ലസ് 2y -6 ഈക്വൽ ടു എത്ര, 0. കണ്ടോ, ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്, ഇന്റർസെപ്റ്റ് ഫോം. വീഡിയോ എളുപ്പമല്ലേ? ഓക്കെ, ഇതിന് സ്ലോപ്പ് ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി നേരത്തെ ചോദ്യം ചെയ്യാം. ഓക്കെ, ഇനി നേരെ തിരിച്ച് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ട് 3x minus 2y minus 6 ഈക്വൽ ടു 0 ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിരിക്കും. ഓക്കെ, എന്നിട്ട് അതിനെന്താ, അതിന്റെ ഇന്റർസെപ്റ്റ് ഫോം കാണാൻ ചോദിക്കാം. ഓക്കെ, അതിന്റെ ഇന്റർസെപ്റ്റ് ഫോം കാണാൻ ചോദിക്കാം. അടുത്ത് പറഞ്ഞത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 1 point x1 y1 ടു എ ലൈൻ ax plus by plus c equals 0. അതായത് ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കേ, ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഒരു ഗിവൺ പോയിന്റും ഉണ്ട്, x1 y1. ആ ഗിവൺ പോയിന്റിൽ നിന്ന് ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു ഗിവൺ പോയിന്റ് നിന്ന് ആ ലൈനിലേക്കുള്ള എന്താ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ, d ഈക്വൽ ടു
മോഡുലസ് ഓഫ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് നമ്മളിപ്പോ ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പൊ ഒരു ഇക്വേഷൻ അപ്പം 2x പ്ലസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0 ഇത് ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ. ഒരു ഗിവൻ പോയിന്റ് എത്ര ഒരു -1,3 ഓക്കെ -1,3 കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷനിൽ ഡി ആണ് ഡി ഈക്വൽ ടു ഇവിടെ എയും ബിയും സി ഒക്കെ എന്തുവാ എ എന്ന് പറയുമ്പം എക്സിന്റെ കൂടെ ഉള്ളത് ആണ് ഇത് എ, ബി എന്ന് പറയുമ്പം ഒയുടെ കൂടെ ഉള്ളത് ഇത് സി. ഓക്കെ ആണോ? അപ്പോൾ ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പം 2 ഇൻറ്റു എക്സ് ഒന്ന് എത്ര ഇത് x1 ഇത് y1 -1 പ്ലസ് ബി എന്ന് പറയുമ്പം 3 ഇൻറ്റു y എത്ര y1 എത്ര 3 അല്ലേ 3. ഓക്കെ പ്ലസ് സി എന്ന് പറയുമ്പോൾ എത്ര 5 കൊടുത്തല്ലോ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പം 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ. എ എന്ന് പറയുമ്പോൾ 2 ആണ്, ബി എന്ന് പറയുമ്പോൾ 3 ആണ്. ഓക്കെ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 -1 -2 പ്ലസ് 3 3 9 പ്ലസ് 5 ഡിവൈഡ് ബൈ 2 സ്ക്വയർ സോറി മോഡലസ് റൂട്ട് മോഡലസ് ഓക്കെ ഇനി -2 പ്ലസ് 9 പ്ലസ് 5 ഓക്കെ 2 സ്ക്വയർ 4 പ്ലസ് 3 സ്ക്വയർ എത്ര 9 കൊടുത്തു ഈക്വൽ ടു എത്ര ഇടാം മോഡലസ് ഓഫ് 9 5 14 14 12 ബൈ റൂട്ട് 13 എന്ന് വരും. ഓക്കെ മോഡൽസ് മാറ്റില്ല എന്തിനാ 12 ബൈ റൂട്ട് 13 എന്ന് കിട്ടും. ഓക്കെ ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിടിയിട്ടല്ലോ. അതായത് ഒരു ഗിവൻ പോയിന്റ് അതായത് ഗിവൻ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയും എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ആ ഒരു ഫോമിലേക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക അതിൽ നിന്ന് എയും ബിയും സി എന്ത് ചെയ്യുക കണ്ടെത്തുക. പിന്നെ ഗിവൻ പോയിന്റ് -1 3 ഉണ്ടല്ലോ അതും കണ്ടെത്തുക. ഓക്കെ അതായപ്പോ ഒരു ലൈൻ ഇപ്പൊ x/3 പ്ലസ് y/4 ഈക്വൽ ടു 1 ഈ ഒരു ഫോമിൽ ഒന്ന് ചോദിച്ചോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മറ്റേ നേരത്തെ മുമ്പ് ചെയ്ത പോലെ ഈ 4 കൊണ്ട് ക്രോസ് ചെയ്യേണ്ടത് 3 കൊണ്ട് ഇന്ത്യത് താഴെ ഇന്ത്യത് എന്ത് ചെയ്യാം ഈ ഒരു ഫോമിലോട്ട് ആക്കി എടുക്കുക പറഞ്ഞല്ലോ. ആക്കി എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക എയും ബിയും സിയും കൊടുത്തിട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ ഇനി ഇതിൽ തന്നെ ഒരു ഇതൂടെ 2 പാരലൽ ലൈൻസ് ആണ് ഇത്. പാരലൽ 2 ലൈൻസ് ഇപ്പൊ പാരലൽ ആണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് വരുന്നത് ഇപ്പം ഇങ്ങനെ ആയിരിക്കും ax1 പ്ലസ് by1 പ്ലസ് c1 ഈക്വൽ ടു 0. അതുപോലെ അർത്ഥമാണെങ്കിൽ ax1 പ്ലസ് by1 പ്ലസ് c2 ഈക്വൽ 0. ഓക്കെ ax1 പ്ലസ് by1 പ്ലസ് c1 ഈക്വൽ 0 എന്നും മറ്റേ ax1 പ്ലസ് by1 പ്ലസ് c2 ഈക്വൽ 0 2 കൊടുക്കുക ax2 പ്ലസ് by2 കേട്ടോ എയും ബി ആണ് സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ അപ്പോൾ 2 ലൈൻസ് പാരലൽ ആകുമ്പോൾ അവിടെ എന്തായിരിക്കും അവിടെ ആ എക്സിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ അതിൽ ഒയുടെയും അതായത് എക്സിന്റെയും ഒയുടെയും കൂടെ വരുന്ന സംഖ്യകൾ. ഓക്കെ ഇവിടെ എക്സിന്റെ കൂടെ എ ഇവിടെ എന്തിനായിരിക്കും എക്സിനോട് എ തന്നെ ആയിരിക്കും. ഓക്കെ ഒയുടെ കൂടെ ബി അല്ലേ ഇവിടെ എന്താ ഒയുടെ കൂടെ ബി തന്നെ ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടല്ലോ അതായിരിക്കും ഇവിടെ മാറി വരുന്നത് കണ്ടല്ലോ. ഓക്കെ സ്വാമി 2 ലൈൻ ഇപ്പം പാരലൽ ആണെങ്കിൽ ആലോചിച്ചായി. ഓക്കെ അവിടെ ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് c2 മൈനസ് c1 ബൈ റൂട്ട് എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആ ഇക്വേഷൻ ഓർമ്മ ചെയ്യുക. ഓക്കെ അതായത് 2 ഇക്വേഷൻ തന്നിട്ട് എന്ത് ചെയ്യുക 2 പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ട് എന്ത് ചെയ്യുക ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക ഈ c1 c2 ഉണ്ടല്ലോ ഇത് വെച്ച് എടുത്താൽ കേട്ടോ c2 മൈനസ് c1 എടുത്തിട്ട് ബൈ റൂട്ട് ഓഫ് എന്ത് ചെയ്യുക എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യാം. ഓക്കെ ഇതാണ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് എന്ത് നമുക്ക് കൂടെ ചെയ്യേണ്ടത്. ഇനി ഒരു 2 പ്രോബ്ലം കൂടെ പറയാം. ഒന്ന് നമ്മുടെ ഇപ്പോ ആംഗിൾ തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. 120 ഡിഗ്രി
അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കാണാനായിട്ട് നമ്മളിപ്പോ 0 ഡിഗ്രി അല്ലെങ്കിൽ എന്താ 30, 60, 45, 90 ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. 120 വന്നാലോ അപ്പൊ ഒരല്പം അറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും. ഇപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു സ്ലോപ്പ് ടാൻ തീറ്റ ആണല്ലോ, അപ്പോ ടാൻ 120 എന്ന് വരും. ടാൻ 120. ഓക്കെ, ഈ ടാൻ 120 എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യടാ, ടാൻ 180 മൈനസ് 120 എന്ന് കൊടുക്കാമോ? ഈ ക്വാഡ്രന്റ് ട്രിഗണോമെട്രി എത്ര പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ ആണോ? അപ്പോ ഓർമ്മിക്കട്ടെ, ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ട്രിഗണോമെട്രിക് ടേംസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫസ്റ്റില് ഓൾ പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ അവിടെ സൈനും കൊസീക്കും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്തിലാണെങ്കിൽ സീക്ക് കോസ് അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഓർമ്മിക്കുക. അവിടെ 180 മൈനസ് എടുത്ത് 16 എടുത്തേ കേട്ടോ. സോറി, അല്ല 120. അപ്പോ 120 അടിക്കുക വെച്ചാൽ 150 60 കുറയ്ക്കുന്നതാണല്ലോ. ഓക്കെ, ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 180 മൈനസ് 120 എന്ന് പറയുമ്പോ ഇത് 0, ഇത് π/2 എന്ന് പറയും, അല്ലെങ്കിൽ 90 ഡിഗ്രിയെ. ഇത് എന്താ പൈ അഥവാ 180 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ 180 മൈനസ് 60 ഡിഗ്രി നമ്മൾ ഈ പോയിന്റ് ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി ആണ്. ഓക്കെ, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കറങ്ങി നേരെ ഇവിടെ എത്തുമ്പോൾ എന്തായി? 180 ഡിഗ്രി ആയി. ഓക്കെ, 150 ഡിഗ്രി ആയി. ഇവിടെ 150 കുറവല്ലേ? ഇവിടെ 60 എന്ന് പറയുമ്പോൾ കുറവാണല്ലോ. അപ്പൊ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും ആ വാല്യൂ നിൽക്കുന്നത്. ഓക്കെ, ആ പോയിന്റ്. അപ്പൊ എന്താ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ അവിടെ ടാൻ എന്താ? നെഗറ്റീവ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റില് സൈനും കൊസീക്കോണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആണല്ലോ. അപ്പൊ ടാൻ ഒക്കെ എന്തായിരിക്കും? ടാന് കോസ് ഒക്കെ എന്തായിരിക്കും? എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ടാൻ അവിടെ മൈനസ് കൊടുക്കുക, മൈനസ് ടാൻ 60 കൊടുക്കും. ഓക്കെ ആണോ? ക്വാഡ്രന്റ് ഒക്കെ ട്രിഗണോമെട്രി കുറച്ചുകൂടെ ഡീറ്റെയിൽ പറയാം. സിമ്പിളായിട്ട് ഇത്ര അറിയിരിക്കുക. 4 ക്വാഡ്രന്റ് ഓരോന്നിലേക്കാണ് പോസിറ്റീവ് നോക്കുക. ഓക്കെ, അപ്പൊ 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180 മൈനസ് 60 ഡിഗ്രി ആണല്ലോ. അപ്പൊ 180 എന്ന് പറയുമ്പോൾ 180 മൈനസ് 60 എന്ന് പറയുമ്പോൾ ഏ ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആണ്. മൈനസ് ടാൻ 60 ഈക്വൽ ടു മൈനസ് ടാൻ 60 വാല്യൂ എത്ര? √3 അല്ലേ? ഇതായിരിക്കണം സ്ലോപ്പ് എന്ന് പറയുന്നത്, മൈനസ് √3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അതുകൂടെ ചോദ്യം സാധ്യത കുറവാണെങ്കിലും ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ whose vertices are vertices ഇപ്പം x1 y1 x2 y2 അതിന്റെ x3 y3. ഒരു ട്രയാങ്കിളിൽ 3 വെർട്ടെക്സ് ഇപ്പം ഇതാണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനായിട്ട് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 ഇൻറ്റു y2 മൈനസ് y3. ഓക്കെ, ഏത് നോക്കിയോ? ഇവിടെ x1 ആദ്യം എടുത്ത് x1 എടുത്തപ്പം ബാക്കി ഒയിൽ എന്താ? ഇവിടെ x1 ഫസ്റ്റ് എടുത്തല്ലോ, സെക്കൻഡും തേർഡും ഒക്കെ എടുക്കാം. ഓക്കെ, ഒയിൽ സെക്കൻഡും തേർഡും എടുക്കാം. ഓക്കെ, പ്ലസ് അടുത്തത് x2 എടുക്കാം. ഓക്കെ, x2 ഇൻറ്റു ഇവിടെ y2, ഇവിടെ y3 എടുത്തല്ലോ, അടുത്ത് ഇവിടെ എന്ത് ചെയ്യാം? y3 കൊടുക്കുക, y3 മൈനസ് y1 കണ്ടോ? ഓക്കെ, പ്ലസ് x3 ഇൻറ്റു ഇവിടെ ഏതിനാണ് അവസാനിച്ചാന്ന് നോക്കുക. പറഞ്ഞിട്ടില്ല, ഇവിടെ y3 സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, y3 മൈനസ് y1. അടുത്ത x3 ഇൻറ്റു y1 മൈനസ് എന്താ? y2 കൊടുക്കുക കേട്ടോ. ഇക്വേഷൻ അല്പം ലെങ്തി ആണ്, പക്ഷെ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ഒന്ന് കണ്ണടച്ച് പറയാം. ഹാഫ് ഇൻറ്റു ആദ്യം x1 എടുക്കുക. ഓക്കെ, x1 ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ഇവിടെ x1 എടുത്തോണ്ട് അടുത്ത രണ്ടെണ്ണം y2 മൈനസ് y3 പ്ലസ് അടുത്ത x2 ഇൻറ്റു എന്ത് ചെയ്യാ? y3യിലാണ് അവിടെ നിന്ന് ആണല്ലോ. അപ്പൊ ഇവിടെ അടുത്ത് y3 മൈനസ് തൊട്ടടുത്ത് y1 എടുക്കുക. ഓക്കെ, അടുത്ത് x3 ഇൻറ്റു y1 മൈനസ് y2 എടുക്കുക. ഓക്കെ, അവിടെ തൊട്ടടുത്ത മൈനസ് പോവാ. ഓക്കെ, ആദ്യം y2 മൈനസ് y3 ഇവിടെ എടുത്തു.
അടുത്തോ y3 അടുത്ത y1. ഓക്കെ, അടുത്ത y1 y2 ഇതുപോലെ കേട്ടോ. ഇതാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് പോവാം. 1 2 3 -4 3 ചെയ്യണം 0 0 എത്രടാ 1. ഓക്കെ, 3 പോയിന്റ് ഉണ്ടെന്ന് ചോദിച്ചോ. ഏരിയ ആണ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആദ്യം ഇത് x1 y1 x2 y2 ഇത് x3 y3 കൊടുക്കാമല്ലോ. അപ്പോ x1 എന്ന് പറയുമ്പോൾ എത്ര 1 ഇൻറ്റു y2 മൈനസ് y3 എന്ന് പറയുമ്പോൾ y2 എത്ര -4 മൈനസ് y3 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, പ്ലസ് x2 കൊടുത്തല്ലോ. x2 എത്ര x2 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു y3 എത്ര 1 മൈനസ് y1 എത്ര 2 പ്ലസ് x3 നമ്മൾ 0 ആണ്. 0 ഇൻറ്റു അത് എത്ര വന്നാലും ചെയ്യേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് എഴുതാവുന്നേ ഉള്ളൂ കേട്ടല്ലോ. y1 എന്ന് പറയുമ്പോൾ 2 മൈനസ് y2 -4. ഓക്കെ, അവിടെ 0 ആണ്. 0 ഇൻറ്റു ഈ ടൈം എന്തായി പോടാ, അവിടെ എല്ലാം 0 ആയി പോകും പറഞ്ഞല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പൊ അത് ചെയ്യേണ്ട കാര്യമില്ല. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു ഇവിടെ -4 -1 ഒരേ ചിഹ്നമായിട്ട് എന്ത് ചെയ്യാം, ഒരേ ചിഹ്നം കൂട്ടിയിട്ട് അതേ ചിഹ്നം -5. അടുത്ത പ്ലസ് 3 ഇൻറ്റു 1 -2 എന്ന് പറയുമ്പോൾ -1 അവിടെ കുറച്ചിട്ട് വലുതിന് ചിഹ്നം മറ്റേ 0 ആയി പോയി. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ -5 3 ഇൻറ്റു -1 -3 ഈക്വൽ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് -5 -8 ഒരേ ചിഹ്നമായിട്ട് കൂട്ടിയിട്ട് അതേ ചിഹ്നം -8 ഹാഫ് ഇൻറ്റു മോഡുലസ് വെക്കുമ്പോൾ എന്ത് ചെയ്യാം, മൈനസ് മാറി 8 ആയി. ഹാഫ് ഇൻറ്റു 8 എത്ര 4 സ്ക്വയർ യൂണിറ്റ് എന്ന് പറയും. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഇത്രയും കാരണം മെയിനായിട്ട് നിങ്ങൾക്ക് വെച്ച് നോക്കാനുള്ളത് എന്ത് ചെയ്യാം, തുടക്കത്തിൽ പറഞ്ഞ ഡിസ്റ്റൻസ് ഇക്വേഷൻ, സെക്ഷൻ ഫോർമുല, പിന്നെന്താ ആ പാരലൽ ആവുന്ന കണ്ടീഷൻ, പെർപെൻഡിക്കുലർ ആവുന്ന കണ്ടീഷൻ രണ്ടും പഠിച്ചു വെച്ചിരിക്കുക കേട്ടല്ലോ. ഓക്കെ, പിന്നെന്താ പറയുക നമ്മള് ആ 4 ഫോം ഏതൊക്കെ, പോയിന്റ് സ്ലോപ്പ് ഫോം, പിന്നെ 2 പോയിന്റ് ഫോം, പിന്നെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, പിന്നെന്താ ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ, 4 ഫോമും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക കേട്ടല്ലോ, മാർപ്പോയിൽ. പിന്നെ എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടുത്തെ y എന്തായിരിക്കും, y 0 ആയിരിക്കും. y ആക്സിസ് ആണെങ്കിലോ അവിടുത്തെ x 0 ആയിരിക്കും. ഓക്കെ ആണോ അത്. പിന്നെ ഇപ്പൊ പറയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ചെയ്യാം. പിന്നെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം ഓക്കെ ചെയ്യാം. ഡിസ്റ്റൻസ് ഒക്കെ വരാൻ സാധ്യത കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്, എങ്കിലും നോക്കി വെച്ചിരിക്കുക പറഞ്ഞല്ലോ. ഓക്കെ, നമ്മളൊന്നും വിട്ടുകളയണ്ട പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.